ധോണി എന്ന ക്യാപ്റ്റൻ ഇല്ലാതെയാണ് ഇന്ന് CSK കളി ജയിച്ചിരിക്കുന്നത്. ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിൽ CSK ആദ്യ കളി തന്നെ ജയിച്ചു, അതും RCBയെ പോലെ ഒരു മികച്ച ടീമിനെതിരെ. ഇന്ന് കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK ആരാധകർ ആവേശത്തിലാണ്. ധോണി എന്ന നായകനില്ലാതെയാണ് CSK കളി ജയിച്ചിരിക്കുന്നത്. RCB ശരിക്കും ഇന്ന് നാണം കെട്ടു. CSK വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇന്ന് കളി ജയിച്ച ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി ഋതുരാജിന് കൈമാറി. അവനത് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അവനെ പറഞ്ഞു കൊടുക്കണം. CSK ടീമിൻ്റെ പടനായകൻ ഇനി ഋതുരാജാണ്. അവനെ വളർത്തിയെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഋതുരാജ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഠിക്കുന്നുണ്ട്. ഋതുരാജ് എന്ന ക്യാപ്റ്റന് കീഴിൽ CSK സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ ക്യാപ്റ്റൻസി കൈമാറിയത്. ഞങ്ങൾക്ക് ആദ്യ കളി തന്നെ ജയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, അതും RCBയെ പോലെ ഒരു മികച്ച ടീമിനെതിരെ. കോഹ്ലിയായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് പേടിയുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ബൗളേഴ്സ് മികച്ച രീതിയിൽ ഇന്ന് ബൗൾ ചെയ്തു. പ്രത്യേകിച്ച് മുസ്തഫിസുർ റഹ്മാൻ. അവൻ്റെ ബൗളിംഗ് രീതി എന്നെ അത്ഭുതപ്പെടുത്തി. മികച്ച രീതിയിലാണ് അവൻ ബൗൾ ചെയ്യുന്നത്. RCBയുടെ നടുവൊടിച്ചത് അവൻ തന്നെയായിരുന്നു. ഞാൻ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതവൻ കൃത്യമായി നിർവഹിച്ചു. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും ധോണി വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. ആദ്യ കളിയിൽ തന്നെ ജയിച്ചിരിക്കുകയാണ്. RCB ഇങ്ങനെ തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. CSK ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ചതായിരുന്നു, പ്രത്യേകിച്ച് മുസ്തഫിസുർ റഹ്മാൻ. ധോണി എന്ന ക്യാപ്റ്റനില്ലാതെയാണ് CSK കളി ജയിച്ചിരിക്കുന്നത്. അതാണ് ആരാധകർക്ക് ആവേശം. ധോണിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു CSK ആരാധകരുടെ നിരാശ. അതിപ്പോൾ മാറിക്കിട്ടിരിക്കുകയാണ്. ധോണി ഋതുരാജിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നത്തെ മത്സരത്തിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.